அச்சமில்லை அச்சமில்லை அச்சமென்பதில்லையே உச்சி மீது வானிடிந்து வீழின்ற போதிலும் அச்சமில்லை அச்சமில்லை அச்சமென்பதில்லையே துச்சமாக எண்ணி நம்ம தோறு செய்த போதிலும் அச்சமில்லை அச்சமில்லை அச்சமென்பதில்லையே அச்சமில்லை அச்சமென்பதில்லையே உச்சி மீது வானிടിந்து വീഴുകിன்ற போதிலும் തുച്ഛமாக. നമ്മളിപ്പോ പാടിയ പാട്ട് എവിടെ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്? ഈ പാട്ടിന് ഒരു ചരിത്രമുണ്ട്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാറാണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ അമരൻ സിനിമയെക്കുറിച്ച് സിവിൽസ് ത്രൂ സിനിമയുടെ ഒരു ഭാഗമായിട്ട് ആ സിനിമയിൽ എത്തിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നമുക്കിന്നൊന്ന് സംസാരിക്കാം. ഇപ്പോൾ ഈ സിനിമയിൽ മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് മുകുന്ദ് വരദരാജ് എന്നറിയപ്പെടുന്ന മേജറായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് അശോക ചക്ര ലഭിച്ചു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ എത്തിക്സിൽ പ്രൈം ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഹ്യൂമൻ വാല്യൂസ് എന്നുള്ള ടോപ്പിക് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാല്യൂസിനെ നമ്മളൊരു മാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വാല്യൂസാണ് ആദ്യം നമുക്ക് പറയാൻ പറ്റുക? കറേജ് ഉണ്ട്, പാട്രിയോട്ടിസം ഉണ്ട്, സാക്രിഫൈസ് വരുന്നുണ്ട്, ഡ്യൂട്ടി എത്തിക്സ്. യെസ്, ഒരു സോൾജറുടെ ഒരു ഡ്യൂട്ടി എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നു. ഈ അച്ചമില്ല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ ശരിക്കും? ഓ മൈ ഗോഡ്, അച്ചമില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഭയമില്ല എന്നുള്ളതാണ് പറയുന്നത്. അച്ചമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയമില്ല എന്നാണ്. ആ വരികളൊക്കെ നല്ല രസമാണ്. അതായത് എനിക്ക് ലോകത്തിൽ എന്ത് വന്നു എന്നെ എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും, എത്ര ഒബ്സ്റ്റാക്കിൾസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഇതിലൊന്നും തളരില്ല, ഞാൻ അത്രയ്ക്കും ഫിയർലെസ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ്. ഈ പാട്ട് തമിഴ്നാട്ടിലൊക്കെ വലിയൊരു കൾട്ട് സ്റ്റാറ്റസ് ഉള്ള ഒന്നാണ്. സിനിമയിലൊരു സീക്വൻസിൽ ഇത് വരുന്നില്ല. എവിടെയായിരുന്നു അത്? പുറമെ ഒരു യുദ്ധത്തിൽ പോകുന്ന സമയത്ത് ഒരു ഗണ്ണ് പിടിച്ചിട്ട് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സീക്വൻസ് വരുന്നുണ്ട്. ഈ മേജർ മുകുന്ദ് വരദരാജൻ്റെ ക്യാരക്ടറിനെ നമുക്ക് പ്ലാറ്റോ എന്നുള്ള തിങ്കറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പ്ലാറ്റോയുടെ ഒരു ഐഡിയൽ സൊസൈറ്റിയിൽ ഒരു 3 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് സാധാരണക്കാർ, ലേമൻ, അവർക്ക് വേണ്ട വാല്യൂ എന്താണ്? സെൽഫ് കൺട്രോളാണ്. ദെൻ സോൾജേഴ്സ് വരുന്നു, ഇൻ്റർമീഡിയറ്റ് ആൾക്കാർ, അവർക്ക് വേണ്ടതാണ് കറേജ്. അല്ല, ഈ സിനിമയുടെ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ദെൻ റൂളർക്ക്, ഒരു ഭരണാധികാരിക്ക് വേണ്ടത് വിസ്ഡം അല്ലെങ്കിൽ വിവേകാണ്. ഈ 3 വാല്യൂസും കൂടി ലിങ്ക് ചെയ്ത് വരുമ്പോഴാണ് ജസ്റ്റിസ് എന്നുള്ള സംഗതി വരുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ഈ കറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 2 തരം കറേജ് പറയാം, ഇല്ലേ? ഒന്ന് ഫിസിക്കൽ കറേജ്, അല്ലേ? രണ്ടാമത്തെ എന്താണ്? മോറൽ കറേജ്. ഫിസിക്കൽ കറേജിനെക്കാട്ടും ചില സമയത്ത് മോറൽ കറേജ് കുറച്ചും കൂടി റിവാർഡിങ്ങും ആണ്. അത് കുറച്ചും കൂടി അത് ഡിമാൻഡിങ് ആയുള്ള സാധനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്? പുള്ളിയുടെ മോക്ക് ഡ്രിൽ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഭാര്യ ഓർക്കുന്ന ഒരു ഇൻസിഡൻ്റ് മറ്റേ ഇന്ദു റബേക്ക വർഗീസ്. അപ്പോൾ അവർ വിമാനത്തിൽ പോകുന്നു, അപ്പോൾ അവർ ഓർക്കുന്നു. അപ്പോൾ അവർ ആക്ച്വലി ഒരു മോറൽ കറേജിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഡ്യൂട്ടി എത്തിക്സ് എന്നുള്ള ഐഡിയ നേരത്തെ ആരോ പറഞ്ഞത്, അരുൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി എത്തിക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏത് തിങ്കേഴ്സിനെയാണ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്? ഇമ്മാനുവൽ കാന്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളതിന് വേറെ വേർഡ് പറയില്ലേ, ഡിയോണ്ടോളജി എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ ഇദ്ദേഹം ഒരു ഡ്യൂട്ടി എത്തിക്സിൻ്റെ ഒരു പ്രൊപ്പോണൻ്റ് ആണ് എന്നുള്ളതാണ്. എനിക്കിതിനെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ശരിക്കും കാശ്മീരിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്നു, ബുർഹാൻ വാണി എന്നറിയപ്പെടുന്ന ഒരു ടെററിസ്റ്റ് ജീവിച്ചിരുന്നു. ബുർഹാൻ വാണിയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട് ബുർഹാൻ വാണിയെക്കുറിച്ചൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരുന്നതൊക്കെ. 2012-13 സമയത്തൊക്കെ ഇയാൾ വളരെ പോപ്പുലറാണ്. അന്ന് ഇൻസ്റ്റഗ്രാമൊന്നും അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ ഇദ്ദേഹം ഈ ഫേസ്ബുക്കിലൂടെ വലിയ രീതിയിൽ ഈ ടെററിസത്തിൻ്റെ യൂത്തിനെ റാഡിക്കലൈസേഷൻ എന്നുള്ളൊരു പരിപാടി, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന കാര്യം. പുള്ളി ഭയങ്കര ഫോട്ടോജെനിക് ആയിട്ടുള്ള വ്യക്തിയാണ്, കാണാൻ ഭയങ്കര ലുക്കാണ്. പുള്ളി ഈ AK-47 പിടിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. ഇന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് റീൽസൊക്കെ ഇറങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പേഴ്സുവേഷൻ എന്നുള്ള ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, പ്രേരിപ്പിക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ ഈ പേഴ്സുവേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ഈ പേഴ്സുവേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നാണല്ലോ. നമ്മളൊരു വ്യക്തിയെ ഇൻറ്റൻഷനലി അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് പ്രേരിപ്പിക്കുന്നു. ബുർഹാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ എന്നുള്ളൊരു ഇഷ്യൂ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ ടെക്നോളജീനെ മിസ്യൂസ് ചെയ്യൂ എന്നുള്ളൊരു ഐഡിയ, അല്ലേ? ഈ ടെക്നോളജീനെ മിസ്യൂസ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് ഈ ഗാന്ധിജിയുടെ ഒരു 7 സിൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഗാന്ധിജി പറയുന്നൊരു സിന്നുണ്ട് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന. നമുക്ക് അല്ലെങ്കിൽ ഈ ബുർഹാൻ വാണിയുടെ ഒരു ഇഷ്യൂ,
ഒരു കാര്യം പറയേണ്ടത്, ഇദ്ദേഹം നല്ലോണം പഠിച്ചിരുന്നൊരു പയ്യനായിരുന്നു. 10ാം ക്ലാസ്സിലും മറ്റൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അലീനേഷൻ തോന്നി, അതായത് ഞങ്ങൾക്ക് അവിടെയുള്ള യൂത്തിനൊന്നും റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല, ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ഇന്ത്യൻ സ്റ്റേറ്റ് ഞങ്ങൾ അടിച്ചമർത്തുന്നു എന്നൊക്കെ തോന്നി ഈ പുള്ളിക്കാരൻ ടെററിസത്തിലേക്ക് വരുന്നതാണ്. പിന്നീട് ഈ ടെക്നോളജീനെ വലിയ രീതിയിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇന്ന് കുറേ കൂടി നമ്മൾ ഇന്നത്തെ ഒരു ടെററിസ്റ്റ് നെറ്റ്വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിനൊക്കെ തുടക്കം കുറിച്ച് ഫേസ്ബുക്ക് വഴി ഒരു ഡിജിറ്റൽ ഒരു ടെററിസത്തിൻ്റെ ഒരു സാധ്യത പുള്ളി തുറന്നിട്ടു. അപ്പോൾ ഗാന്ധിജിയുടെ ആ ഒരു ഏത് ഐഡിയ ആണ്, പുള്ളിയുടെ ഒരു നോളജബിൾ ആയിട്ടുള്ള പേഴ്സണാണ്. ഈ ഗാന്ധിജിയുടെ നോളേജ് വിത്തൗട്ട് ക്യാരക്ടർ എന്നുള്ളൊരു ഐഡിയ ആയിട്ട് ലിങ്ക് ചെയ്യാം. പിന്നൊരു കാര്യം, ഈ ടെററിസ്റ്റുകളെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ, അവർ വെപ്പൺസ് അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ മീൻസ് ആൻഡ് എൻഡ് എന്നുള്ളൊരു ഐഡിയ, മാർഗവും ലക്ഷ്യവും, അതിലേത് വിഭാഗത്തെയാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എത്തിക്സിൽ? മാർഗവും ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ പറഞ്ഞില്ല. നമുക്ക് ഒന്ന് എൻഡ് ജസ്റ്റിഫൈസ് മീൻ എന്നുള്ളതുണ്ട്, വേറൊന്ന് നല്ല മാർഗത്തിലൂടെ നമ്മൾ നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഈ ബുർഹാൻ വാനിയുടെ കേസിൽ ഏതാ നമുക്ക് പറയാം? എൻഡ് ജസ്റ്റിഫൈസ് മീൻ എന്നുള്ള, അല്ലേ? മോശം ഒരു മാർഗം എന്ത് ചെയ്യുന്നു, ലക്ഷ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. വേറൊരു സിനിമയായിട്ട് അത്രത്തോളം ബന്ധമില്ലെങ്കിലും ഒരു കാര്യമുണ്ട്. ഈ സിനിമയിൽ കാണിക്കുന്ന മറ്റൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ സ്റ്റോൺ പെൽറ്റിങ്. കല്ലെറിയുന്നു, ആർമി പേഴ്സൺസ് പോകുന്നു, അവരെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. സിനിമയിൽ എവിടെയത് ശരിക്കും വരുന്നത്? ഈ കല്ലെറിയുന്ന ഒരു പരിപാടിയൊക്കെ ജീപ്പിൽ പോകുന്ന സമയത്ത് 2017 മറ്റൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അന്ന് കാശ്മീരിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. കാശ്മീരിൽ ഈ ആർമി പേഴ്സൺസിനെ ഈ സ്റ്റോൺ പെൽറ്റിങ് അവർക്ക് നേരിടേണ്ടി വരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ മേജർ മറ്റുമാണ് ഗൊഗോയ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി. പുള്ളി ചെയ്ത കാര്യം എന്താ വെച്ചാൽ, മിലിറ്ററി പേഴ്സണലാണ്, ഉയർന്ന ഒഫീഷ്യലാണ്. ഇദ്ദേഹം ഒരു കല്ലെറിയാൻ നിന്നിരുന്നൊരു വ്യക്തിയെ ഈ ജീപ്പിൽ പിടിച്ചു കെട്ടിയിട്ട് ദിസ് ഇസ് ദ ഫേറ്റ് ഓഫ് ദോസ് ഹു പെൽറ്റ് സ്റ്റോൺസ് എന്നൊക്കെ എന്തോ മറ്റുള്ള ഒരു ബോർഡ് എഴുതിപ്പിച്ചിട്ട്, കാരണം ഈ ഒരാളെ, അവരെ തന്നെ കല്ലെറിയുന്ന ഒരാളെ തന്നെ നമ്മൾ ഈ ജീപ്പിൽ പിടിച്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ കൂടെയുള്ള ഫോളോവേഴ്സ് കല്ലെറിയില്ലല്ലോ. എന്നിട്ട് അങ്ങനെ അവർ പോയി എന്നുള്ളതാണ്. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ കാണിക്കുന്നില്ലെങ്കിലും സ്റ്റോൺ പെൽറ്റിങ് ഈ ഡ്യൂട്ടി എത്തിക്സിനെ വലിയ രീതിയിൽ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നുള്ളൊരു ഐഡിയ കാണുന്നുണ്ട്. അപ്പോൾ ഈ സംഗതി, അതായത് ഒരു വ്യക്തിയെ ഹ്യൂമൻ ഷീൽഡായിട്ട് ആർമി ഉപയോഗിച്ചു എന്നുള്ളത്, ആ വ്യക്തിയുടെ ഫോട്ടോ ഒക്കെ പിന്നീട് ഒരുപാട് മാഗസിൻസിലും പത്രങ്ങളിലും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വിമർശിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ ക്യാപ്റ്റൻ ഗൊഗോയ്ക്ക് ഇദ്ദേഹത്തെ പിന്നീട് ആർമി തന്നെ കമൻറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് ചെയ്തത്. കാരണം നമ്മൾ ഒരു വെടിയുണ്ട പോലും വർഷിക്കാതെ തന്നെ ഈ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ വലിയൊരു എത്തിക്കൽ ഇഷ്യൂ ഉണ്ട്. കാരണം ഒരു വ്യക്തിയെ സ്റ്റോൺ പെൽറ്റിങ് ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്, ഡ്യൂട്ടി എത്തിക്സിനെതിരാണ്. പക്ഷേ നമ്മൾ സ്റ്റോൺ പെൽറ്റ് ചെയ്യുന്ന ഒരാളെ പിടിച്ചു കെട്ടി ജീപ്പിൽ നമ്മൾ അയാളെ ടൈ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഏത് വാല്യൂ ആണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്? ആ വ്യക്തിയുടെ ഡിഗ്നിറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്നു. അത് ഹ്യൂമാനിറ്റേറിയൻ ഒരു കൺസേൺ കൂടിയിട്ടാണ്, നമ്മളൊരു മനുഷ്യത്വമില്ലാതെ പെരുമാറുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു ചില എത്തിക്കൽ കൺസേൺസ് വരുന്നുണ്ട്, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പാടുമോ? അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ എപ്പോഴും സെൻസിറ്റീവായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് സെൻസിറ്റീവായിട്ടാണോ ചെയ്തത്? പ്രത്യേകിച്ചും ഒരു വലിയൊരു റാഡിക്കലൈസേഷനുള്ള പോപ്പുലേഷനൊക്കെ ഹോസ്റ്റൈലായിട്ട് നിൽക്കുന്ന ഒരു ടെറിട്ടറിയിൽ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് പെർസെപ്ഷൻ എങ്ങനെ ഇത് മാറും എന്നുള്ള വലിയൊരു ഇഷ്യൂ കൂടിയുണ്ട്, അല്ലേ? ഈ മീൻസ് ആൻഡ് ഇവിടെയും മീൻസ് ആൻഡ് എൻഡ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടെയും കണക്ട് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം വരുന്നത്, നമ്മളിവിടെ ഈ ഒരു വ്യക്തിയെ ജീപ്പിൽ ഇങ്ങനെ ഷീൽഡായിട്ട് കൊണ്ടുപോകുന്നു. ഇതൊരു കോഴ്സ് ഓഫ് ആക്ഷനാണ്. ഏതൊരു കോഴ്സ് ഓഫ് ആക്ഷനും നമുക്കൊരു 3 ഫ്രെയിം വർക്കിൽ നമുക്കതിനെ തരംതിരിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളതിൻ്റെ കോൺസിക്വൻസ് ബേസ് ചെയ്തിട്ട് ചെയ്യുന്നു, അല്ലേ? കോൺസിക്വൻഷ്യലിസം. ആ കോൺസിക്വൻഷ്യലിസത്തിൽ നമ്മൾ പഠിച്ച ഫിലോസഫേഴ്സ് ആരൊക്കെയായിരുന്നു? ബെന്താമും മില്ലിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് വേറെ ഒന്ന് ഡ്യൂട്ടി എത്തിക്സ്, ഡിയോണ്ടോളജി വരുന്നു, അല്ലേ? നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ കാന്റിൻ്റെ ഒരു മോറലോ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു ലോ നമ്മൾ പറഞ്ഞില്ലേ? നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ അഭിജിത്ത് ആ ജീപ്പിൽ ഇയാളെ ടൈ ചെയ്യണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് ഈ മാനുവൽ കാന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. എന്താണ് അത്? യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നു, അല്ലേ? അത് എല്ലാവർക്കും എല്ലാ സമയത്തും ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാന്നുള്ളതാണ്. വേറൊരു നമ്മൾ എത്തിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട 3ാമത്തെ വിഭാഗം എന്താ? നമ്മൾ വെർച്വു എത്തിക്സ് എന്ന് പറയുന്ന സംഗതി. വെർച്വു എത്തിക്സിൽ എന്താ പറയുന്നത്? ബി ഗുഡ്
ഡു ഗുഡ് എന്നുള്ള സംഗതി. നിങ്ങൾ ആദ്യം നല്ല നന്മയുള്ള മനുഷ്യനാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രവൃത്തികൾ എന്തായിരിക്കും മാറും, അങ്ങനെയായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് ഇതിന്ന് ഡിറൈവ് ചെയ്യുന്നുണ്ട് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട? വൈഫിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ? ഒന്ന് മോറൽ കറേജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, സാക്രിഫൈസ് അല്ലേ? ഈ ആർമി പേഴ്സണൽസിൻ്റെ ഫാമിലി അവരനുഭവിക്കുന്ന ആ ഒരു സാക്രിഫൈസ് അല്ല, അവർ കടന്നു പോകുന്ന ഒരു ട്രോമ, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എംപതി, കമ്പാഷൻ അല്ലേ? നമ്മൾ പ്രത്യേകിച്ചും പറഞ്ഞില്ല, ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ കുറച്ചും കൂടി കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറണം എന്നൊക്കെ പറയുന്നൊരു ഐഡിയ വരുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? ആറ്റിറ്റ്യൂഡ്. യെസ്, നമ്മൾ വിട്ടുപോയി, പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ്. ഈ ആറ്റിറ്റ്യൂഡ്, ഇയാളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? മുകുന്ദ് വരദരാജൻ്റെ ആറ്റിറ്റ്യൂഡ് പണ്ട് തൊട്ടേ എങ്ങനെയാണ്? പുള്ളിക്ക് പട്ടാളക്കാരനാവണം എന്നുള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗ് മുമ്പ് തന്നെ പുള്ളി പറയുന്നുണ്ട് അല്ലേ? അങ്ങനെയാണ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലാണ് പുള്ളിയുടെ ഒരു ബെസ്റ്റ് പ്രതിമ, അവിടെയാണ്, ചെന്നൈയിലാണ് സ്ഥാപിച്ചതെന്നാണ് അല്ലേ? ഓക്കെ, അവിടെയല്ല സിനിമയുടെ ക്ലൈമാക്സിൽ വന്ന് കാണിക്കുന്ന ഷൂട്ട് അവിടെ. അപ്പോൾ നമ്മൾ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറയുമ്പോൾ ഹി ഹാഡ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് വരുന്നു, നമ്മൾ ആറ്റിറ്റ്യൂഡിന് ഒരു 3 ഫ്രെയിം വർക്ക് പറഞ്ഞിട്ടില്ലേ? ABC മോഡൽ അല്ലേ? അഫെക്ഷനേറ്റ്, ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ്. അപ്പോൾ ഈ പുള്ളിക്ക് ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ഫസ്റ്റ് പാർട്ട്, പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫെക്ഷനേറ്റഡായിട്ടുള്ള ലെവലിൽ പണ്ട് തൊട്ടേ ഈ ഒരു ആർമി പേഴ്സൺ ആവണം എന്നുള്ള വലിയൊരു ഇഷ്ടവും മോട്ടിവേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു പ്രണയത്തിലൊക്കെ അത് ഇത്തിരി ക്രിഞ്ചാണെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആർമി പേഴ്സണലാവണം എന്ന് താല്പര്യം കാണിക്കുന്നുണ്ട്. ഈ ഇന്ദു റബേക്കയ്ക്ക് ആദ്യം ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? പുള്ളി ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല, പിന്നെ സപ്പോർട്ട് ചെയ്യും, ചേഞ്ച് ആയിട്ട് വരും അല്ലേ? ആറ്റിറ്റ്യൂഡ് ക്യാൻ ബി ചേഞ്ച്ഡ് എന്നുള്ള ഐഡിയ കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു കാര്യം, ഈ ആപ്റ്റിറ്റ്യൂഡ് റിയലൈസേഷൻ എന്നുള്ള ഐഡിയ വരുന്നുണ്ടല്ലോ. ഇതിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് റിയലൈസേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു അല്ലേ? പുള്ളിക്ക് തന്നെ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ഐ വാണ്ട് ടു ബിക്കം ദിസ് പ്രൊഫഷൻ അല്ലേ? എനിക്ക് ഈ പ്രൊഫഷനാണ് വേണ്ടത് എന്നുള്ള നല്ല ധാരണ ഉണ്ടായിരുന്നു. യെസ്, ക്യാരക്ടർ അല്ലേ? ആ ക്യാരക്ടർ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് റിയലൈസേഷനിൽ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ പറയാത്ത എന്തെങ്കിലും ആസ്പെക്ട്സ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടോ ഈ സിനിമയെക്കുറിച്ച്? അതിനകത്തൊരു സീനുണ്ട്, ലൈക്ക് ഇവര് ട്രെയിനിങ് അക്കാഡമി സമയത്ത് ഈ ഫുൾ വെപ്പണോട് ഒരുപാട് വെയിറ്റോട് കൂടി ഓടുന്നൊരു സീനുണ്ട്. അപ്പൊ ആ കൂടെയുള്ള ഒരാളെ വീണു പോകും. ആ വീണു പോകുന്ന സമയത്ത് ബാക്കിയുള്ളവർ ആക്ച്വലി ആ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഓടി പോവുകയും മേജർ മുകുന്ദ് മാത്രം പുള്ളിക്കാരനെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് അത്രയും തോളത്തിട്ടുകൊണ്ട് അത്രയും ദൂരം പിന്നെ ഓടി അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. പുള്ളിയുടെ എമ്പതി ഒക്കെ അതിനകത്ത് നമ്മൾ ഈ എമ്പതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ എമ്പതിയും കമ്പാഷനും തമ്മിലൊരു വ്യത്യാസം നമ്മൾ അല്ലെ, എമ്പതിയും സിമ്പതിയും തമ്മിലൊരു വ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എമ്പതിയിൽ ശരിക്കും എന്താ വരുന്നത് ആക്ച്വലി? അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പേഴ്സ്പെക്റ്റീവ് മാറുന്നു അല്ലേ? നമ്മൾ ആ വീണ് കിടക്കുന്ന ആളുടെ ഭാഗത്തും കൂടി നമ്മൾ ചിന്തിക്കുന്നു. കമ്പാഷനിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റം വരുന്നത്? കമ്പാഷനിൽ എമ്പതി ഉണ്ട്, എമ്പതിക്ക് പുറമെ എന്താ വരുന്നത്? കമ്പാഷനിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷനും കൂടി വരുന്നു. നമ്മൾ അയാളെ സഹായിക്കാനോ അല്ലെങ്കിൽ അയാളുടെ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ കൂടി വരുമ്പോൾ അത് കമ്പാഷനായിട്ട് മാറുന്നു. അപ്പോൾ സിമ്പതി നമുക്ക് പെട്ടെന്ന് ഐ ഫീൽ സോറി എന്നുള്ളൊരു ഐഡിയ ആണ്. എമ്പതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി കാര്യങ്ങൾ മാറുന്നു. ദെൻ കമ്പാഷൻ വരുന്നു എന്നുള്ളതാണ്. ഈ ഓഫീസേഴ്സിന് എപ്പോഴും കമ്പാഷനേറ്റ് ആയിരിക്കണം എന്നുള്ള ഈ എത്തിക്കൽ ഗവേണൻസ് എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എപ്പോഴും എമ്പതി ഉണ്ടായിരിക്കണം എന്നുള്ള ഐഡിയ ഒക്കെ ഇടാൻ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പ്രൈം ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ കോഡ്സ് വന്നിട്ടുള്ളത് 150 വേർഡ്സിന് 10 മാർക്കിനൊക്കെ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള 2-3 തിങ്കേഴ്സ് ആരൊക്കെയാണ്? വിവേകാനന്ദൻ, ഗാന്ധിജി, APJ അബ്ദുൽ കലാം, ഇവരൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൽ വിവേകാനന്ദൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് ഈ കറേജ് എന്നുള്ള ഐഡിയ വെച്ചിട്ടൊക്കെയാണ്. മേജർ മുകുന്ദിന്റെ നമുക്ക് ആ ഡ്രീം അബ്ദുൽ കലാമിന്റെ കോട്ടൊക്കെ ആയിട്ട് മാച്ച് ചെയ്ത് വായിക്കാം. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഒരു പ്രോപ്പർ വിഷൻ ഉണ്ടായിരുന്നു. ഫാമിലി റിലേഷൻ എല്ലാം എതിരായിരുന്നു. മുകുന്ദിന്റെ ഒരു വിഷൻ തന്നെയായിരുന്നു, ഡിറ്റർമിനേഷനോട് കൂടിയിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു UPSC മുമ്പ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫാമിലി, അതുപോലെ തന്നെ സൊസൈറ്റി, പാരൻറ്റിങ്, ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പ്രോപ്പറായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ രാജ്യത്ത് പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഹാർമോണിയസ് സിറ്റുവേഷനിലേക്ക് വരുമെന്നുള്ള APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് ആറ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ മൊത്തത്തിൽ നമുക്ക് കോർ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ അത് കറേജാണ്.
കറേജിൻ്റെ കാര്യം പറയുമ്പോൾ മോറൽ കറേജിൻ്റെ കാര്യം പറയും. അപ്പോൾ അതിൽ വിവേകാനന്ദൻ്റെ നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു കോട്ടില്ലേ, കഠോപനിഷത്ത് നിന്ന് എടുത്തിട്ടുള്ള എറേസ് വേക്ക് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. നമ്മൾ സംസ്കൃതത്തിൽ എന്താ ഉണ്ണി? ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി വരെ നിബോധത. കഠോപനിഷത്തിലെ നചികേതസിൽ നിന്ന് അദ്ദേഹം ഇൻസ്പയർഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിയാൻ പോവുകയാണ്. അടുത്തത് ജനുവരിക്ക് ആകുമ്പോഴേക്കും പ്രിലിംസ് കില്ലർ വരുന്നു. അപ്പോൾ ഒരു പ്രിലിംസ് കില്ലറിൻ്റെ ഒരു പോർഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളിൽ നിന്നും അല്ലേ ലീഡ് IAS അക്കാദമി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ വാല്യൂ എന്താണ്? ഈ മോറൽ കറേജ് കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ടാലൻറ്റും ആപ്റ്റിറ്റ്യൂഡും എക്സ്പ്രസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ എക്സാമിനേഷൻ ഫേസിനെ വളരെയധികം കറേജസ് ആയിട്ട് ബോൾഡായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ. அச்சமில்லை அச்சமில்லை அச்சமென்பதில்லையே உச்சி மீது வானிடிந்து வீழின்ற போதிலும் அச்சமில்லை அச்சமில்லை அச்சமென்பதில்லையே துச்சமாக எண்ணி நம்மை தோறு செய்த போதிலும் அச்சமில்லை அச்சமில்லை அச்சமென்பதில்லையே. Lead IAS, #1 IAS Academy in Kerala.